ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന പുരോഹിതനായ ശിമിയോൻ എന്ന ശീർഷകവും ഉപദേശങ്ങൾ എന്ന ഉപശീർഷകവുമുള്ള ഈ അധ്യായത്തിൽ 29 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. പ്രധാന പുരോഹിതനായ ശിമിയോൻ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ഓനിയാസിൻ്റെ. ചോദ്യം 2. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നത് ആര്? ഉത്തരം ശിമയോൻ. ചോദ്യം 3. ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ആര്? ഉത്തരം ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ. ചോദ്യം 4. ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ അടിസ്ഥാനമിട്ടത് എന്തിന്? ഉത്തരം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ടമതിലിന്. ചോദ്യം 5. ശിമയോൻ്റെ കാലത്ത് കുഴിച്ച ജലസംഭരണി എപ്രകാരം ഉള്ളതായിരുന്നു? ഉത്തരം സമുദ്രം പോലെ വിശാലം. ചോദ്യം 6. ശ്രീകോവിലിന് പുറത്തു വരുന്ന ശിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ മഹത്വപൂർണനായി മേഘങ്ങൾക്കിടയിലെ എന്തുപോലെയാണ് പ്രശോഭിച്ചത്? ഉത്തരം പ്രഭാത താരം പോലെ. ചോദ്യം 7. ശ്രീകോവിലിന് പുറത്തു വരുന്ന ശിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ മഹത്വപൂർണനായി ഉത്സവവേളയിലെ എന്തുപോലെയാണ് പ്രശോഭിച്ചത്? ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ. ചോദ്യം 8. അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്നതെന്ത്? ഉത്തരം സൂര്യൻ. ചോദ്യം 9. ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്ന ശിമയോൻ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് പ്രശോഭിച്ചത്? ഉത്തരം വിളങ്ങുന്ന മഴവില്ല് പോലെ. ചോദ്യം 10. വസന്തത്തിലെ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം പനിനീർപ്പൂ പോലെ. ചോദ്യം 11. എവിടെ നിൽക്കുന്ന ലില്ലി പോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം നീർച്ചാലിനരികെ. ചോദ്യം 12. വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം ലെബനോനിൽ. ചോദ്യം 13. ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം സുഗന്ധദ്രവ്യം പോലെ. ചോദ്യം 14. രത്നഖചിതമായ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം സ്വർണ്ണത്തളിക പോലെ. ചോദ്യം 15. പൂരിപ്പിക്കുക. കായ്ച്ചു നിൽക്കുന്ന ഡാഷ് പോലെ, മേഘമുരുമുന്ന ഡാഷ് പോലെ അവൻ പ്രശോഭിച്ചു. ഉത്തരം കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ, മേഘം ഉരുമുന്ന ദേവദാരു പോലെ. ചോദ്യം 16. മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി ശിമയോൻ സമീപിച്ചത് എന്തിനെ? ഉത്തരം വിശുദ്ധ ബലിപീഠത്തെ. ചോദ്യം 17. മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി ശിമയോൻ ബലിപീഠത്തെ സമീപിച്ച് മഹത്വപൂർണമാക്കിയത് എന്തിനെ? ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ. ചോദ്യം 18. ശിമയോൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് എവിടെ വച്ച്? ഉത്തരം ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന്. ചോദ്യം 19. സഹോദരന്മാർ ശിമയോനെ ചുറ്റി നിന്നത് എപ്രകാരം? ഉത്തരം പൂമാല പോലെ. ചോദ്യം 20. സഹോദരന്മാരുടെ മധ്യേ ശിമയോൻ പ്രശോഭിച്ചത് എപ്രകാരം? ഉത്തരം ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ. ചോദ്യം 21. തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നതാര്? ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ. ചോദ്യം 22. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം ശിമയോൻ ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കുന്നതെങ്ങനെ? ഉത്തരം പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി. ചോദ്യം 23. ശിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും
അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കുമ്പോൾ അഹറോൻ്റെ പുത്രന്മാർ ചെയ്യുന്നതെന്ത്? ഉത്തരം: ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്യും. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 24. അഹറോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയത് എന്തിന്? ഉത്തരം: അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന്. ചോദ്യം 25. അഹറോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കുന്ന ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നത് എപ്രകാരം? ഉത്തരം: സാഷ്ടാംഗം വീണ്. ചോദ്യം 26. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം ചെയ്തതെന്ത്? ഉത്തരം: കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ചോദ്യം 27. ശുശ്രൂഷ പൂർത്തിയാക്കിയതിനു ശേഷം ശിമെയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് എന്തിനു വേണ്ടി? ഉത്തരം: കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി. ചോദ്യം 28. ജനം വീണ്ടും കുമ്പിട്ടതെന്തിന്? ഉത്തരം: അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ. ചോദ്യം 29. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആരെയാണ് വാഴ്ത്തേണ്ടത്? ഉത്തരം: സകലത്തിൻ്റെയും ദൈവത്തെ. ചോദ്യം 30. ജനനം മുതൽ നമ്മെ ഉയർത്തിയ കർത്താവ് നമ്മോട് വർത്തിക്കുന്നത് എപ്രകാരം? ഉത്തരം: കാരുണ്യപൂർവം. ചോദ്യം 31. കർത്താവ് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എന്താക്കട്ടെ എന്നാണ് പ്രഭാഷകൻ ആശംസിക്കുന്നത്? ഉത്തരം: സമാധാനപൂർണം. ചോദ്യം 32. കർത്താവ് നമ്മുടെ മേൽ എന്തു വർഷിച്ചാണ് ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കേണ്ടത്? ഉത്തരം: കാരുണ്യം. ചോദ്യം 33. ആര് നിമിത്തം താൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: 2 ജനതകൾ നിമിത്തം. ചോദ്യം 34. 2 ജനതകൾ നിമിത്തം താൻ ക്ലേശിക്കുന്നു, മൂന്നാമത്തേത് എന്തല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ഒരു ജനതയെ അല്ല. ചോദ്യം 35. ഏത് 2 ജനതകൾ നിമിത്തമാണ് പ്രഭാഷകൻ ക്ലേശിക്കുന്നത്? ഉത്തരം: സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും നിമിത്തം. ചോദ്യം 36. ജനതയെ അല്ലാത്തത് ആര്? ഉത്തരം: ഷെക്കെമിലെ മൂഢജനത. ചോദ്യം 37. പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്ത്? ഉത്തരം: വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ. ചോദ്യം 38. സീറാഖ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം: എലയാസറിൻ്റെ. ചോദ്യം 39. എലയാസർ ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം: ജെറുസലേം. ചോദ്യം 40. സീറാക്കിൻ്റെ പുത്രൻ ആര്? ഉത്തരം: യേശു. ചോദ്യം 41. സീറാക്കിൻ്റെ പുത്രനായ യേശു ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച എന്താണ് പ്രഭാഷകൻ്റെ പുസ്തകം? ഉത്തരം: ജ്ഞാനം. ചോദ്യം 42. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവയെപ്പറ്റി ചിന്തിക്കുന്നവൻ എന്താകുന്നു? ഉത്തരം: അനുഗ്രഹീതൻ. ചോദ്യം 43. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവയെ എന്തു ചെയ്യുന്നവൻ ജ്ഞാനിയാകും? ഉത്തരം: ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ. ചോദ്യം 44. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നവയെ എന്തു ചെയ്യുന്നവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നത്? ഉത്തരം: അനുവർത്തിക്കുന്നവൻ. ചോദ്യം 45. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നവ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് ആര്? ഉത്തരം: കർത്താവിൻ്റെ പ്രകാശം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.